പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ഡെസ്ക് ജെറ്റ് മോഡലായ കനോൺ പിക്സിമ TS307 എന്ന പ്രിന്ററിൽ എങ്ങനെ പേപ്പർ ഇൻസേർട്ട് ചെയ്യാം അല്ലെങ്കിൽ പേപ്പർ സെറ്റിംഗ്സ് എങ്ങനെ എന്നുള്ള എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. കനോണിന്റെ ഈ മോഡൽ പ്രിന്ററിൽ പേപ്പർ ലോഡ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അതിന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ട്രേ വരുന്നുണ്ട്. റിയർ ട്രേ ആണ് പേപ്പർ പിക്ക് ചെയ്യാൻ ഈ മോഡൽ പ്രിന്ററിൽ വരുന്നത്. ആ റിയർ ട്രേൻ്റെ ഡോർ ഞാൻ ഓപ്പൺ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം ചെറിയൊരു അഡ്ജസ്റ്റർ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ നോർമൽ A4 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം ആ അഡ്ജസ്റ്റർ ഫ്രീ ആക്കി വെക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് A4 വെച്ചതിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന ആ ലിവർ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കി വെക്കേണ്ടതാണ്. ബെൻഡ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ചെറിയൊരു LED ലൈറ്റ് ഓൺ ആയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങളുടെ സൈസ് ഏതാണോ അതിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ A4 വെച്ചതുകൊണ്ട് A4 സെലക്ട് ചെയ്തു. ഇനി സപ്പോസ് നിങ്ങൾ 6x4 പേപ്പറാണ്, അതായത് നമ്മൾ സ്റ്റുഡിയോ പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ആദ്യം ലിവർ ഫ്രീ ആക്കി വെക്കുക. എന്നിട്ട് പേപ്പർ വെച്ചതിന് ശേഷം ഈ ബ്ലൂ ലിവർ അല്ലെങ്കിൽ ആ അഡ്ജസ്റ്റർ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. അപ്പോഴും നമുക്കിവിടെ ചോദിക്കുന്നതാണ് ഏത് സൈസ് പേപ്പറാണെന്നുള്ളത്. നിങ്ങൾക്കത് ചേഞ്ചസ് വല്ലതും വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബട്ടൺ പ്രസ് ചെയ്താണ്ട് ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ ഡിറ്റക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ സാധാ A4 ആണ് വെക്കുന്നത്, തിരിച്ച് A4 തന്നെ വെക്കുന്നു. ഈ A4 വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ പേപ്പർ ജാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പേപ്പർ ലോഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ പ്രിൻറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പേപ്പർ സോയ്സ് ഏതാണെന്നുള്ളത്. ഈ ഒരു മോഡൽ പ്രിൻ്ററിന് റിയർ ട്രേ മാത്രമേ വരുന്നുള്ളൂ. അത് ജസ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് കൊടുക്കാവുന്നതാണ്. പ്രിൻറ്റ് നോർമൽ കേസിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ നല്ല ഗുഡ് പേപ്പർ തന്നെ വെക്കാൻ പാടുള്ളൂ. ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ ഏത് ടൈപ്പ് പേപ്പറാണെന്നുള്ളത് നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റിങ്സിൽ പോയി സെലക്ട് ചെയ്ത് കൊടുക്കണം. പ്ലെയിൻ പേപ്പറാണോ അതോ ഗ്ലോസി പേപ്പറാണോ എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.